എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അത് പറഞ്ഞു കഴിഞ്ഞത് എനിക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്ന ഒരാളല്ല. എനിക്കത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. ഞാൻ എന്നാ അപ്പം തന്നെ ഫോൺ വെച്ചത്, ഞാൻ വീട്ടിൽ വെഞ്ചരിച്ചൊരു മാതാവിൻ്റെ രൂപമുണ്ട്. മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നേ പോയി മുട്ടുകുത്തി ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് മാതാവിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ എനിക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, മാതാവേ ക്ഷമിക്കണേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്തും വരുത്തിയേക്കരുതേന്ന് പറഞ്ഞു. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു, ആദ്യം എന്നെ വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, പേടിക്കണ്ട, മാപ്പ് പറഞ്ഞാൽ മതി, ദൈവത്തോട് കുഴപ്പമൊന്നും വരത്തില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കൂടുതലായിട്ട് പക്ഷേ ഇവിടുത്തെ ഉടമ്പടി എന്താണോ, ഉടമ്പടി വസ്തുക്കൾ എന്താണോ, കൃപാസനത്തിൽ അത്ഭുതങ്ങളുണ്ടെന്നല്ലാതെ എനിക്ക് വേറൊന്നും ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഒരു ദിവസം ഞാൻ അനിയത്തിയുടെ അടുത്ത് ചോദിച്ചു, എന്താണ് ഈ ഉടമ്പടി? അപ്പോൾ അനിയത്തി പറഞ്ഞു, അവൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് 6 നിയോഗങ്ങൾ സമർപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പാണ് ഞാൻ ഈ ഉടമ്പടി എന്താണെന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ 6 നിയോഗങ്ങൾ സമർപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, 7ാമതൊന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മാതാവ് കേൾക്കത്തില്ലേ? അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, 6 നിയോഗങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു, ഉടമ്പടീനെ ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു, വീട്ടിൽ ഒരാൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, 2 പേര് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എന്നെ മാതാവ് കേൾക്കത്തില്ലേ? മാതാവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് തൈലത്തിൻ്റെ, ഉപ്പിൻ്റെ, കാശുരൂപത്തിൻ്റെ ഒക്കെ എന്നെ ആവശ്യം. നമ്മൾ കൊന്ത ചെല്ലിയ മാതാവ് പ്രാർത്ഥന കേൾക്കില്ലേ? എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇതെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു.